ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു ചീര അവിയലാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ അമ്മ പറഞ്ഞു തന്ന രീതിയാണ്. എൻ്റെ അമ്മയുടെ വീട് ആലപ്പുഴയാണ്. അവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് അമ്മ എനിക്ക് പറഞ്ഞു തന്നത്. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിനായിട്ട് ചീര നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്കാക്കി അതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്തു. ഇനി ഈ ചീര അവിയലിന് മുളക് പൊടിയാണ് ചേർക്കുന്നത്, പച്ചമുളകല്ല. മുളക് പൊടി അല്പം കൂടുതൽ ചേർക്കണം, അതാണ് അതിൻ്റെ രുചി. സാധാരണ നമ്മൾ അവിയലിന് വളരെ കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്, പക്ഷേ ചീര അവിയലിന് ഒരല്പം കൂടുതൽ മുളക് പൊടി ചേർക്കണം. ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ച് ഈ ചീര എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് വേകാനായിട്ട് വെക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കാരണം ചീരയ്ക്ക് തന്നെ വെള്ളം കാണും. പിന്നെ ഇലക്കറികളാണല്ലോ, പെട്ടെന്ന് വേകും. ഒരു 3/4 വെന്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള മാങ്ങ ചേർക്കുക. മാങ്ങയും ചേർത്ത് വീണ്ടും എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ബാക്കി ഭാഗവും കൂടെ വേകണം. മാങ്ങയുടെ തൊലി ചെത്തിയിട്ട് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ വീണ്ടും ഇത് അടച്ചു വെച്ച് മാങ്ങയും ചീരയും എല്ലാം വെന്ത് കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കണം. ഇപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നേരത്തെ തന്നെ ചേർത്തിരുന്നത് കൊണ്ട് പിന്നെ തേങ്ങയ്ക്കകത്ത് ഒന്നും ചേർത്തിട്ടില്ല. അതല്ലെങ്കിൽ പകുതി വെച്ച് ചേർക്കണം. ഇപ്പോൾ ഞാൻ തേങ്ങ മാത്രമാണ് ചതച്ചിരിക്കുന്നത്, കാരണം ആവശ്യത്തിനുള്ള മുളകും മഞ്ഞളും എല്ലാം നേരത്തെ തന്നെ ചേർത്തിരുന്നു. വെറുതെ തേങ്ങ ചതച്ചത്, ഇതിൽ ജീരകമോ ചുമന്നുള്ളിയോ ഒന്നും ചേർക്കില്ല. ചീര അവിയലിന് ജീരകം ചേർക്കില്ല, പച്ചമുളകും ചേർക്കില്ല. ഈ തേങ്ങ ചതച്ചതും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൊഴിച്ച് വാങ്ങാം. ഈ അവിയലിന് ജീരകം ചേർക്കില്ല, കറിവേപ്പില ചേർക്കില്ല. പിന്നെ ചുമന്നുള്ളി ചേർക്കുന്നവർക്ക് ചേർക്കാം, ഞാൻ ചേർക്കാറില്ല. പച്ചമുളകും ചേർക്കില്ല. ഹരേ കൃഷ്ണ.